ഞാനേ ഇന്ന് കുറച്ച് ഇറച്ചിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഇറച്ചിച്ചോറുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. പ്രത്യേകിച്ച് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്താവുമ്പോഴേ കുട്ടികളെ വീട്ടിലൊറ്റയ്ക്കായിരിക്കും. അപ്പോൾ ആ സമയത്ത് അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കാണ്ടാണ് പോണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ഭക്ഷണം കഴിക്കില്ല, അന്നത്തെ ദിവസം വൈകുന്നേരം വരും. അപ്പോൾ അത് കാരണം ഞാൻ അവർക്ക് ഇഷ്ടമുള്ള റെസിപ്പി നോക്കിയിട്ടാണ് ഉണ്ടാക്കുക. പിന്നെ അത് മാത്രമല്ല, എല്ലാ ദിവസവും ഇട്ടിട്ട് പിറ്റേ ദിവസം എന്താ ഉണ്ടാക്കണ്ടേന്ന് ആലോചിച്ച് ചിന്തിച്ച് പുകയ്ക്കണേക്കാളും ഭേദം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരാഴ്ചത്തേക്കുള്ള ഫുഡിൻ്റെ മെനു എഴുതി സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് മിക്കതും അവർക്ക് ഇഷ്ടം പലഹാരം തന്നെയാണ്. ചോറും കറികളാകുമ്പോൾ അവർക്കൊരു താല്പര്യമില്ല കേട്ടോ. ചോറ്, സാമ്പാർ, ചോറ്, അവിയൽ, അല്ലെങ്കിൽ മത്തങ്ങയും പയറും എരിശ്ശേരി, ഇതൊന്നും അവർക്ക് ഇഷ്ടമുള്ള ഫുഡല്ല കേട്ടോ. നമുക്കതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിലും അതൊക്കെ ഉണ്ടാക്കി വെച്ച് പോയി കഴിഞ്ഞാൽ അവർ ഒറ്റയ്ക്ക് അതെടുത്ത് കഴിക്കില്ല. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്താണെന്ന് വെച്ചാൽ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോകും കേട്ടോ. അതാകുമ്പോൾ പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇറച്ചിച്ചോറ് ഉണ്ടാക്കാൻ നമുക്ക് നല്ല ഈസി ആട്ടോ, ഒരു ബുദ്ധിമുട്ടുമില്ല. കുറച്ച് കാര്യങ്ങൾ ചെയ്യണം, അത്രേ ഉള്ളൂ. അത് പിന്നെ എന്തിനാണെങ്കിലും നമ്മൾ ചെയ്യണമല്ലോ. പിന്നെ അതുപോലെ തന്നെ തക്കാളി ചോറും അതായിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കും അത് ഈസിയാണ്. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ തക്കാളി ചോറൊക്കെ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുട്ട ഓംപ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ സെറ്റ് ചെയ്യും. അപ്പോൾ ഇറച്ചിച്ചോറാണെങ്കിൽ ഒരു കച്ചമ്പർ മതി. കച്ചമ്പറാണെങ്കിൽ തന്നെയും അവർക്ക് സബോളയും ഇഞ്ചിയും അങ്ങനെയൊന്നും ഇടണത് ഇഷ്ടമല്ല. ജസ്റ്റ് തൈര് മാത്രം മതി. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ അവർക്ക് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു കാര്യമാണേ. ഞാൻ ഈ ഇറച്ചിച്ചോറ്, സാമ്പാർ, മോരുകറി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തലേദിവസം രാത്രി തന്നെ സെറ്റ് ചെയ്യും കേട്ടോ. മീൻ കറി അങ്ങനെയുള്ളതൊക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ വെജിറ്റബിൾസോ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് കേട്ടോ ഞാൻ രാവിലെ ഉണ്ടാക്കുള്ളൂ. കുട്ടികൾ മുഴുവനും ഒരുവിധം വീട്ടിൽ അങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നുണ്ടല്ലേ. എല്ലാ ഭക്ഷണങ്ങളൊന്നും അവർ കഴിക്കുന്നുണ്ടാവില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഈ ചിപ്സൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, അത് നന്നായിട്ട് പൊക്കോളൂ കേട്ടോ. അതിൽ പിന്നെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നോൺ തന്നെ വേണം. മീനും ഇറച്ചിയും മസ്റ്റാണ്. അതില്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞു. പിന്നെ ഫുഡ് കഴിക്കുന്ന കാര്യം തദൈവ്യ. ക്യാരറ്റിനെയും ബീട്രൂട്ടിനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തോ മുജ്ജന്മത്തിലുള്ള ശത്രുതയും കൊണ്ട് വന്നേക്കണ പോലെയാണ് നോക്കുക കേട്ടോ. അത് എത്ര ഹെൽത്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുറേ ഞാൻ ഉപദേശിക്കും, ഭയങ്കര ഹെൽത്തിയാണ്, നമ്മളത് കഴിക്കണം, നല്ല ഡൈജഷൻ ഓക്കെ ആവുള്ളൂ, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ അവർ ആ സമയത്ത് കേൾക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇവരെന്തായാലും നാളെ തൊട്ട് ഇനി പച്ചക്കറി കഴിക്കുന്നത്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ആ കേൾക്കുന്ന സമയത്തുള്ള ഇൻട്രസ്റ്റ് മാത്രമേ അവർക്കുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെയും ബീട്രൂട്ടിനെയും ക്യാരറ്റിനെയൊക്കെ കാണുമ്പോൾ കരച്ചിലും ബഹളമൊക്കെ തന്നെയാണ്. പിന്നെയും ഇവിടെ രണ്ടെണ്ണം ക്യാരറ്റ് പച്ചയ്ക്ക് കഴിക്കും കേട്ടോ. അത് അവർക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് അത് പിന്നെ ഞാൻ കാണാറുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് ക്യാരറ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കും, വെറുതെ കഴിക്കുകയാണെങ്കിൽ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. നിങ്ങളുടെ വീട്ടിലെങ്ങനെയാണ്? ഉണ്ണികൾ ഇങ്ങനെയൊക്കെ തന്നെയാണോ? ഒരുവിധം വീട്ടിലിങ്ങനെയൊക്കെ തന്നെയാണ് തോന്നുന്നുണ്ട് അല്ലേ. ചിക്കൻ വറക്കണ സ്മെല്ലടിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. അടുക്കളയിൽ തന്നെ ഉണ്ടാവും കേട്ടോ രണ്ടുപേരും. എന്തെങ്കിലുമൊക്കെ ന്യായീകരണങ്ങളായിട്ട് വരും. അമ്മ ചോറായോ, അയ്യോ വിശന്നിട്ട് വയ്യ. ചിലപ്പോൾ അപ്പം തന്നെ ഫുഡ് കഴിച്ചിട്ട് പോയിട്ടുണ്ടാവുള്ളൂ. എന്നാലും ചിക്കൻ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വിശപ്പാണ്. ഞാൻ ഈ ഇറച്ചിച്ചോറ് കഴിച്ചു തുടങ്ങിയതേ ഞങ്ങളുടെ ലാബിൽ ശൈലേച്ചിയുടെ കയ്യിൽ നിന്നാട്ടോ. പുള്ളിക്കാരത്തിൽ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത്യാവശ്യം ഫുഡും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തരും. അപ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്ത് ചോദിക്കുകയും ചെയ്തത് എങ്ങനെ ചേച്ചി ഉണ്ടാക്കണേന്ന്. അപ്പോൾ കേട്ടപ്പോൾ തോന്നി നമുക്ക് ചെയ്യാവുന്ന സാധനമാണല്ലോ എന്ന്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഒരു പ്രാവശ്യം ട്രൈ ചെയ്തപ്പോൾ പിള്ളേർക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം. അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ ഡെയിലി റുട്ടീനിൽ ഇറച്ചിച്ചോറിൻ്റെ ഒരു റെസിപ്പി കയറി വരാൻ ഇടയായത്. പിന്നെ ബീഫ് വെച്ചിട്ടാണ് ശരിക്കും ഇറച്ചിച്ചോറ് ഉണ്ടാക്കുക. പക്ഷേ ചിക്കൻ വെച്ചിട്ടുള്ള ഫ്ലേവറാണ് പിള്ളേർക്കും എനിക്കൊക്കെ കുറച്ചും കൂടി ഇഷ്ടമായിട്ട് തോന്നിയത് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ പരമാവധി ചിക്കൻ വെച്ചിട്ട് ഇറച്ചിച്ചോറ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. മിക്കതും അങ്ങനെ തന്നെ ഉണ്ടാക്കാറ്. അപ്പോൾ നമ്മുടെ ഫുഡ് ഏതാണ്ടൊക്കെ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മോർണിംഗ് റുട്ടീനാണെങ്കിൽ എനിക്ക് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ മോർണിംഗിലേക്കാളും വൈകുന്നേരങ്ങളിൽ ഞാൻ എൻ്റെ പണികളൊക്കെ ഒരുവിധം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് രാവിലെ ആണെങ്കിൽ പിള്ളേർ റെഡിയാക്കാനും അവരെ പിന്നാലെ ഓടാനൊക്കെ തിരക്കായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ വ്ളോഗ് എടുക്കാമെന്ന് വെച്ചാൽ എളുപ്പമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈവനിങ് റുട്ടീൻ നോക്കുന്നത്. കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ഒറ്റ വിസിൽ ഫുള്ളാകുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യുക. വിസിൽ ഫുള്ള് പൊയ്ക്കോട്ടെ, കുഴപ്പമില്ല. നെക്സ്റ്റ് വിസിലിൽ നിൽക്കണ്ട, പായസമാവും. അപ്പോൾ നാളെ രാവിലത്തേക്കുള്ള പ്രിപ്പറേഷൻ, എൻ്റെ എല്ലാ പണികളും ഞാൻ അങ്ങനെ രാത്രി എല്ലാം സെറ്റ് ചെയ്ത് വെക്കും. നേരം വെളുക്കുമ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുക. ഇനിയിപ്പോൾ വെജിറ്റബിൾ കറിയൊക്കെയാണെങ്കിൽ ഞാൻ എല്ലാം അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെക്കും. എനിക്ക് നേരം വെളുത്ത് ഓടി വന്നിട്ട് പെട്ടെന്ന് എന്താണുള്ളതെന്ന് വെച്ചിട്ട് അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ തലേദിവസം രാത്രി തന്നെ നാളത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കും. അപ്പോൾ ഇന്ന് നാളത്തേക്കുള്ള നമ്മുടെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. രാവിലെ ഇങ്ങനെ ഒന്ന് ചൂടാക്കുന്നു, പിള്ളേർക്ക് കൊടുക്കുന്നു, ഞാൻ ജോലിക്ക് കൊണ്ടുപോകുന്നു, മൊത്തത്തിൽ സെറ്റ്. ഓക്കെ.